ജാമ്പ, മൈസൂർ ജാമ്പ. നമസ്കാരം, ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. ഇന്ന് വിഷുവാണ്. എല്ലാവർക്കും ഹാപ്പി വിഷു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഹാപ്പി വിഷു എന്ത് ചെയ്യുന്നു ആശംസിക്കുന്നു. ഞങ്ങളും ചെറിയ തോതിലെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, കണിയെല്ലാം വെച്ചു. ഇവിടെ വലുതായിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, വിഷു ആഘോഷങ്ങളൊന്നുമില്ല. ചിലരൊക്കെ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, വിഷു ആഘോഷിക്കും. പിന്നെ ഇവിടെ 1-ാം തീയതി ആയതുകൊണ്ട് ഇന്ന് എല്ലാ അമ്പലങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പണാണ്. കുറേ സ്ഥലത്തൊക്കെ വിശേഷങ്ങൾ നടക്കുന്നുണ്ട്. കുറേ പേരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, വിഷു ആഘോഷിക്കുന്നുണ്ട്. അത് നമ്മളെപ്പോലെ കണിയൊന്നും വെക്കത്തില്ല. അവർ ഈ വിഷുവിൻ്റെ ഈ കൊന്നപ്പൂ മാത്രം എടുത്ത് ഇങ്ങനെ വീടുകളിലെല്ലാം കെട്ടി തൂക്കിയൊക്കെ ഇടും. നമ്മളെപ്പോലെ കണി വെക്കലോ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. രാവിലെ അമ്പലത്തിൽ പോയി. പിന്നെ ഞങ്ങളിങ്ങനെ ചുമ്മാ ഒരു യാത്രയായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ എന്താണ് കണ്ണന് പറയാനുള്ളത്? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക, സമാധാനമായിട്ട് പോകാം, മറ്റുള്ളവരെ ദ്രോഹിക്കാണ്ടിരിക്കുക. വലിയ തോതിലൊന്നും നമ്മുടെ കേരളത്തിലെ പോലെ നല്ല അങ്ങനെയുള്ള ഒരു കണിയൊന്നും ഞങ്ങൾ ഒരുക്കിയില്ല. രാവിലെ കുളിച്ചു, അമ്പലത്തിൽ പോയി വന്നതിന് ശേഷമാണ് എന്ത് ചെയ്ത്, കണിയൊക്കെ ഇന്നലെ രാത്രിയിൽ എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഇതെല്ലാം വെച്ച്, കൃഷ്ണനെയൊക്കെ വെച്ചു. അമ്പലത്തിൽ പോയി വന്നതിന് ശേഷമാണ് എന്ത് ചെയ്തത്, വിളക്കൊക്കെ എന്ത് ചെയ്തത്, കത്തിച്ചത്. അപ്പം വെറൈറ്റി ആയിട്ടുള്ള ഒരു വിഷു ആയിരുന്നു ഈ പ്രാവശ്യം. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഒരിക്കൽ കൂടി വിഷു ആശംസിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. റോഡ് സൈഡാണ് കണ്ടത്. മരങ്ങൾ ഒക്കെ നട്ട്, നല്ല ചൂടാണ്, ഭയങ്കര ചൂടാണ്. അപ്പം ഞങ്ങളങ്ങനെ പതിയെ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്താണ്. വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്, ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഷീറ്റിട്ട് ഇതായതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു വീട്ടിൽ. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പകൽ സമയമൊന്നും റൂമിനുള്ളിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. വെളിയിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത്, ഇവിടെ മരത്തിൻ്റെ തണലിൽ കുറച്ച് നേരം എന്ത് ചെയ്ത് റെസ്റ്റ് എടുത്തതാണ്. ഇനി ഞങ്ങളിപ്പോൾ തിരിച്ചു പോകും. അപ്പം ഇന്ന് വിഷുവായിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ഒന്നും എന്ത് ചെയ്തില്ല, തരാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ നിങ്ങളോടൊന്ന് സംസാരിക്കാനും ഹാപ്പി വിഷു ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് വലിയ കാണാനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. റോഡ് സൈഡാണ്. ചെറിയ ചെറിയ മരങ്ങളെല്ലാം ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു കനാൽ സൈഡാണ്, കനാൽ ബണ്ടാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് കൃഷിയാണ്, വാഴ കൃഷിയൊക്കെ ഉണ്ട്. പിന്നെ തക്കാളിയൊക്കെ ഉണ്ട്, വെണ്ടയും അങ്ങനെയൊക്കെയുള്ള കൃഷികളെല്ലാം ഉണ്ട്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇതേപോലെയുള്ള മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചാൽ വളരെ ഉപകാരമാണ്. കാരണം ചൂടുകാലങ്ങളിലൊക്കെ തണൽ ഒരുപാട് സഹായം ചെയ്യും. നമ്മുടെ നാട്ടിലെല്ലാം വെട്ടി ബിൽഡിങ്ങുകളൊക്കെ വെക്കണോണ്ടിട്ട് ചൂട് ഒരുപാട് വരും. പിന്നെ മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെടും. മരങ്ങൾ നിന്ന മണ്ണിന് ഫലപുഷ്ടി ഉണ്ടാവും. പിന്നെ ഭൂമിയിൽ വെള്ളം ഉണ്ടാവും. മഴ ചെയ്യണ വെള്ളം സ്റ്റോറേജ് ചെയ്യും. രാവിലെ ഞങ്ങൾ ചായയെല്ലാം കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ചോറ് വെച്ച് അത് തിളപ്പിച്ച് അത് അടച്ച് വെച്ചിട്ടാണ് പോകുന്നത്. ഇനി ചെന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, ചോറ് കഴിക്കാൻ. അങ്ങനെ നമ്മുടെ കേരളത്തിലെ പോലെ ഒരു വിഷുവിൻ്റെ ഒരു ഇതൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല കാറ്റാണ്. ഇങ്ങനെ ഒരു പ്രകൃതി ആയിട്ടുള്ള അങ്ങനെ ഉള്ളൊരു സ്ഥലമാണ്. നമ്മുടെ കേരളത്തിലുള്ള പോലെ പാർക്കോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഞങ്ങൾ താമസിക്കുന്ന ഈ ഏരിയയിലില്ല. ഇങ്ങനെ ഒക്കെ വന്ന് റോഡ് സൈഡിലൊക്കെ ഇരുന്ന് കാറ്റുകൊണ്ടിരുന്ന് വിശ്രമിക്കാനൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ, പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്താണ്, ചുമ്മാ അങ്ങനെ പുറത്തോട്ടൊന്ന് ഞങ്ങൾ ഇറങ്ങിയതാണ്. വണ്ടിയിലും പെട്രോൾ അടിക്കണമായിരുന്നു. അങ്ങനെ പെട്രോൾ അടിക്കാനായിട്ട് 15 കിലോമീറ്റർ പോകണം. അങ്ങനെയായിട്ടൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് ചാമ്പങ്ങ എന്ത് ചെയ്തു, ചാമ്പങ്ങ നമ്മൾ വരുന്ന വഴിക്ക് ഒരു മരത്തിൽ നിന്നപ്പോൾ പറിച്ചതാണ്. നല്ല ചാമ്പങ്ങ, നല്ല ചെറിയ മധുരം, കുരുവില്ല, പുഴുവൊന്നുമില്ല, ഉറുമ്പൊന്നുമില്ല. ആയി വരുന്നേ ഉള്ളൂ. കുറച്ചും കൂടി ഇത് വലുതാവും തോന്നുന്നു. എന്തായാലും ഇത് ഫ്രഷാണ്. ഞങ്ങൾ കഴിച്ച 1-2 ബാക്കിയുണ്ട്. അങ്ങനെ ഒരു വിഷു എന്ത് ചെയ്ത്
ഞങ്ങളുടെ ഒരു വിഷു കേരളത്തിൻ്റെ വെളി സ്ഥലത്ത് വന്ന് എന്ത് ചെയ്തു, അങ്ങനെ ഞങ്ങൾ ആഘോഷിച്ചു. ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, ഞങ്ങളൊരു പ്ലാൻ ചെയ്തിട്ടുള്ള താമസമായിട്ടുള്ള മാറ്റമൊന്നും അല്ലായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ. ഞങ്ങൾ പോലും അറിയാതെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മാറ്റം എന്ത് ചെയ്തത് ലൈഫിൽ വന്ന് ഒരു അന്യ സ്ഥലത്തേക്ക് വന്ന് ഞങ്ങളിങ്ങനെ താമസിക്കുന്നത്. പിന്നെ ഒന്നിനെ കുറിച്ചും എന്ത് ചെയ്യാറില്ല. പിന്നെ ഞങ്ങൾക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തമിഴ്നാട്ടിലൊക്കെ നല്ല ആളുകൾ വന്ന്, പക്ഷെ കേരളത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശത്രുക്കളാണ് ഉണ്ടായത്. എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ ജീവിക്കണേനാണ്, ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ ആയതുകൊണ്ടാണ്, എന്താണെന്ന് അറിയില്ല. അതെ, ഇവിടെ എന്താ പറയുക, അങ്ങനെ നമ്മൾ മുൻകൂട്ടി ഒന്നും പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ വരില്ല. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഇന്നതുപോലെ നടക്കണം, ഇന്നത് നമ്മളെ ജീവിതത്തിൽ സംഭവിക്കണം, ഇന്ന കാര്യങ്ങൾ നടക്കണം എന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കത്തില്ല. ദൈവം എന്താണോ നമ്മളെ ലൈഫിൽ വിചാരിക്കുന്നത്, നമ്മൾ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കാം നമ്മുടെ ലൈഫിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു കടന്നു പോകുന്നത്. പക്ഷെ ആ സമയത്ത് നമുക്കതെല്ലാം തരണം ചെയ്യാനുള്ള ശക്തിയും ഭഗവാൻ എന്ത് ചെയ്യും, തരും. അതൊക്കെ നമ്മൾ നേരിടുക. അങ്ങനെയൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് നമ്മുടേതായ ലക്ഷ്യസ്ഥാനത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, നമുക്ക് എത്തിപ്പെടാൻ പറ്റും. നല്ല ചൂടാണ്, ഞങ്ങൾക്ക് നല്ല വെയിലാണ് ഇവിടെയൊക്കെ. ഇപ്പോൾ ഇവിടെ ഈ ഇരിക്കുന്ന സ്ഥലത്ത് നല്ല കാറ്റുണ്ട്, അധികം വെയിലൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ ഞങ്ങൾ ഇരിക്കുന്നിടത്തൊക്കെ രാവിലെ ഒരു 10 മണി വരെ നമ്മൾ വീട്ടിലെ പണികളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 11 മണിയാകുമ്പോൾ ഞങ്ങൾ വീടിൻ്റെ പുറത്താണ് ഇരുന്ന് 5 മണി വരെ എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ ആ സമയം പോകാൻ വേണ്ടി ഇരിക്കണം 5 മണി വരെ. അപ്പോൾ നിങ്ങളൊക്കെ നല്ല രീതിയിൽ വിഷു ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും ചെറിയൊരു വിഷു കണിയൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എന്ത് ചെയ്യും ഞാൻ ഒരുക്കിയ വിഷു കണിയിടും. കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യും, ഞങ്ങൾ ഇവിടുന്ന് പോവും. പക്ഷെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ വെയിലത്ത് എവിടെ നിന്നിട്ട് ഒരു ഷൂട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ വന്നിരുന്നു. മഴക്കാലത്തൊക്കെ പക്ഷെ ഇതിനു മുമ്പ് ഞങ്ങൾ ഇവിടെ വന്ന് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അത് വളരെ വേദനിച്ച് റോട്ടി കിടക്കുമ്പോ വേദന സമയങ്ങളിലൊക്കെ ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. നമ്മ അനുഭവിക്കാത്ത വേദനകളൊന്നും ഇല്ലല്ലോ. എത്രയോ നാള് റോട്ടുകളിൽ മാത്രം കിടന്നു, കാലും കയ്യും എല്ലാം ഉടച്ച് ഞങ്ങൾക്ക് ആരും ഇല്ലാതെ പട്ടിണി കിടന്ന് എന്തെല്ലാം അനുഭവിച്ചു. ഒരുപാട് അവൻ ഫുട്ബോൾ കളിച്ചിട്ട് പോണ്, ചൂടെടുത്തിട്ട് ചിലപ്പോ ബനിയാൻ ഊരിയിട്ട് പോണ്. അത് ഫുള്ള് ഇതാണ് തക്കാളിയും വെണ്ടയ്ക്ക. ഇത് കനാലാണ്, ഇതിങ്ങനെ ഫുള്ള് മഴക്കാലത്ത് നല്ലതായിട്ട് വെള്ളം. വിജനമായ ഭൂമി, പക്ഷെ നല്ല ഈവനിങ് വരുന്ന വഴിക്ക് ഇങ്ങനെ ഇന്ന് എന്താന്ന് അറിയത്തില്ല, ഒരു സ്ഥലത്ത് ഇങ്ങനെ തണുത്ത മോര് ഐസിട്ട നല്ല തണുത്ത മോര് എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മോരൊക്കെ കുടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരുന്നത്. മോര് കുടിച്ച് നല്ല തണുത്ത മോരുണ്ടായിരുന്നു. ഇവിടുത്തെ ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആളുകൾക്ക് കൊടുക്കാനൊക്കെ ഇവിടെ ഉള്ള ആളുകളെ കഴിഞ്ഞിട്ടുള്ളൂ. വാതിൽ പഴുതിയിലൂടൻ മുന്നിൽ കുങ്കുമം എത്ര മിനിറ്റ് ആയിരുന്നു വാതി വിടരും സന്ധ്യ പോകേ അതിലോലമിൻ ഇടനായിലെൻ കളമധുരമൊച്ച കേട്ടു. കണ്ണനുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പകൽ കിടന്ന് അയ്യോ ഈ ചൂടുകൊണ്ട് എൻ്റെ അമ്മോ ഞാൻ കിടന്ന് എങ്ങനെ കഴിഞ്ഞ് പോകുന്നു ദൈവത്തിനുള്ള. ചൂട് ഭയങ്കര ജാസ്തിയാണ്. അതെല്ലാം മലയാണ്, അങ്ങാടൊക്കെ ഫുള്ള് ഇങ്ങനെ മല. ഇവിടെയൊക്കെ ആന വരുന്നതാണ്ടോ, രാത്രി ആന ഇറങ്ങും, മഴക്കാലങ്ങളിലൊക്കെ ആന കൂടും, ആന പാസ് ചെയ്യും, മയില് ഉണ്ട് ഇവിടെയൊക്കെ കാണാറുണ്ട്. മയിലുണ്ട്, മുയലുണ്ട്, പന്നിയുണ്ട്, കാട്ടുപട്ടിയുണ്ട്, എല്ലാ സൈസും മാന്, അങ്ങനെയൊക്കെയുള്ള എല്ലാ മൃഗങ്ങളും ഉണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാൻ
ആനയൊക്കെ നമുക്ക് കൂട്ടത്തോടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അവിടെ കോവിലിൽ പോയിട്ട് പോകണം. പയ്യന്മാരെല്ലാം ഫുട്ബോൾ കളിച്ചിട്ട് പോകണം കോവിലില്. നടക്കാൻ. അവര് മറ്റേ മല കയറാൻ മല കയറിയിട്ട് പോണതല്ലേ? മല കയറാൻ പോണേ, നടന്ന് ഇടവഴി കൂടി വന്നിട്ട് പോണ്. അങ്ങോട്ട് പോണ്ട്. ഇതൊരു റോഡാണ്. എന്താ അവരങ്ങാട് പോണ യാത്രയില ഇടവഴി കൂടി. ഇവിടെ ഒരു മനുഷ്യരും ഇല്ല. ഇടയ്ക്കെങ്ങാണ് വണ്ടിയൊക്കെ ഓടണാണ്. വിജനമാണ് ഇവിടെ. ഹിൽസാണ്, മലയാണ് കാണുന്നത്. വിജിലുണ്ട്, നോക്കണം. തണ്ണേടി ടീം വന്ന് ജാളിയാണ്, ജാളി. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾ വൈകുന്നേരം ആകുമ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് വന്നിരുന്ന് ഒരു ക്വാർട്ടറൊക്കെ മേടിച്ച് ഇങ്ങനെ വന്നിരുന്ന് 2 പേരും 3 പേരെല്ലാം കൂടി എന്ത് ചെയ്യും, അവരവിടെ ഇരുന്ന് അതൊക്കെ കഴിച്ചതിന് ശേഷം അവർ വീടുകളിലേക്ക് പോകും. അങ്ങനെ മിക്കപ്പോഴും നമ്മൾ വൈകുന്നേരം യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാം, അവിടെ ഇവിടെങ്ങളിൽ ഇങ്ങനെ വന്നിരിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലെ ആളുകളാണെങ്കിൽ എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാൻ പോകും. ആർക്കും ഒരു ശല്യമില്ല. അവരൊരു സ്ഥലത്ത് ഇരുന്ന് ഒതുങ്ങി അവരത് കഴിച്ചിട്ട് അവരെന്ത് ചെയ്യും, അങ്ങ് പോവും. ജാളി അടിച്ചു പോകും അല്ലേ? ജാളി എന്നാണ് പറയുന്നത്. എൻജോയ്മെന്റിന് ജാളി എന്ന് പറയും. ജാളിയാവാം ജോളി. അപ്പൊ വലിയതായിട്ടുള്ള വീഡിയോസ് ഒന്നും അല്ല. വിഷുവായിട്ട് എങ്ങനെ ഒരു വീഡിയോ ഇടാതിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്ത് വീഡിയോ ചെയ്തിരിക്കുന്നത്. വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഞങ്ങളിങ്ങനെ പുറത്തോട്ടൊന്ന് ഇറങ്ങി ആ സമയത്ത് എന്ത് ചെയ്ത് വണ്ടി ഒതുക്കി ഇവിടെ വിശ്രമിച്ചപ്പോൾ വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നതാണ്. വലിയ കാര്യങ്ങളൊന്നും കാണാനൊന്നും ഇല്ലെങ്കിലും ഞങ്ങളുടേതായ കൊച്ചു കാര്യങ്ങളും സംസാരങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്ര മിനിറ്റ്? 12. ഇനി എത്രയും കൂടെ വേണം? അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പുറത്തേക്കൊക്കെ പോയിട്ട് എവിടെയെങ്കിലൊക്കെ വല്ല കൃഷിത്തോട്ടോ അങ്ങനെയുള്ള പച്ചക്കറി നടുന്നതോ കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസായിട്ട് എന്ത് ചെയ്യാം, വീണ്ടും വരാം. അപ്പം ഇന്നൊരു ഉഷാറില്ല. എന്താണെന്ന് വെച്ചാൽ ചൂടുകൊണ്ടാണ് യാത്ര ചെയ്ത് അങ്ങനെ ഒരു ഉഷാറില്ലാതിരിക്കുന്നു. വിഷുവായിട്ടാണ് ഇനി കേരളത്തിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ടാണ് എന്താണെന്നറിയില്ല. കുഴപ്പമില്ല, സന്തോഷം തന്നെ, അതൊന്നും കുഴപ്പമില്ല. എന്നാലും വൈകുന്നേരം ഒരു ചൂടുകൊണ്ടൊക്കെ എന്താ ഒരു ഉഷാറില്ല. ഓക്കെ, ഹാപ്പി വിഷു. അപ്പം ഇങ്ങനെയായിരിക്കും ഈ കൊല്ലത്തെ വിഷു. മറ്റേ വിഷു ഒക്കെ ആകുമ്പോൾ കേരളത്തിലേക്ക് ഞങ്ങൾ തലേദിവസം പോയി കുറേ ഐറ്റംസൊക്കെ വാങ്ങി എല്ലാം ഫ്രഷായി വെച്ച് അങ്ങനെ ഒരു ഫീലിങ്സ് എന്ത് ചെയ്യുന്നില്ല, തോന്നുന്നില്ല. എന്നാലും ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളുടേതായ ചെറിയ ആഘോഷങ്ങൾ എന്ത് ചെയ്തു ആഘോഷിച്ചില്ലേ? കണ്ണെന്തോന്നും ഉണ്ടത് എല്ലാവർക്കും നല്ലത് പറ്റുന്ന ആരെയും ദ്രോഹിക്കരുത്. എനിക്ക് അതേ പറയാനുള്ളത്. മറ്റുള്ളവരെ ദ്രോഹിക്കരുത്. നമ്മൾ സ്വയമായി ജീവിക്കുക, ശാന്തമായി പോവുക. മറ്റുള്ളവരെ ദ്രോഹിക്കാനും പിടിക്കാനും നിൽക്കരുത്. ഓക്കെ. എല്ലാവർക്കും ഇളം കാറ്റിൽ ഇങ്ങനെ ഇരുന്നേ കാറ്റുകൊണ്ട് ഞാൻ ഇങ്ങനെ മന്നിച്ചിരിക്കുവോ. ഉറങ്ങാൻ സുഖം. സമയല്ലേ ഒരു ഉഷാറില്ല. ക്ഷീണം, ഭയങ്കര ചൂടിന്റെ ആണെന്ന് തോന്നുന്നു. ഭയങ്കര ക്ഷീണമായിട്ടിരിക്കുന്നു. പോയി ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് പോവാം. ബൈ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.